റിപ്പോർട്ടർ പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് നമ്പർ 2. ജി സുധാകരൻ റിപ്പോർട്ടറിനോട് സംസാരിച്ചു. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിന് ശേഷം ജി സുധാകരൻ ആദ്യമായി ഒരു മാധ്യമത്തിനോട് മനസ്സ് തുറക്കുന്നു. ആദിൽ പോലാട് ജി സുധാകരനുമായി സംസാരിച്ചു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. എച്ച് സലാം MLA-ക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നു ജി സുധാകരൻ. എച്ച് സലാം പൊളിറ്റിക്കൽ ക്രിമിനലെന്ന് ജി സുധാകരൻ. സഖാക്കളുടെ പിന്നാലെ കൂടി തെളിവ് ശേഖരിക്കലാണോ സലാമിന്റെ പണിയെന്നാണ് ജി സുധാകരന്റെ ചോദ്യം. താൻ പൊളിറ്റിക്കൽ ക്രിമിനലാണെന്ന് സലാം തന്നെ സമ്മതിച്ചിരിക്കുന്നു. തനിക്കെതിരെയുള്ള തെളിവുകൾ സലാം പുറത്തുവിടണമെന്നും ജി സുധാകരൻ വെല്ലുവിളിച്ചു. MA ബേബിയുടെ നിർദ്ദേശങ്ങൾക്ക് പോലും സജി ചെറിയാനും എച്ച് സലാമും വില കൊടുക്കുന്നില്ലെന്നും ജി സുധാകരൻ ആരോപിച്ചു. പൊതു സ്വതന്ത്രനായി അമ്പലപ്പുഴയിൽ മത്സരിക്കുകയാണ്, വിജയം ഉറപ്പാണെന്നും ജി സുധാകരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. റിപ്പോർട്ടർ ബിഗ് പൊളിറ്റിക്കൽ എക്സ്ക്ലൂസീവ്. MV ഗോവിന്ദൻ മാസ്റ്റർ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ലേ മെമ്പർഷിപ്പ് പുതുക്കാത്തത്. അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അതേപ്പറ്റിയൊന്നും പറയാനില്ല. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെ പറ്റിയൊന്നും പറയാൻ ഞാനാണല്ലോ. ഇനിയൊരു അനുനയത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് കാണുകയാണ്, അവഗണിക്കുക എന്നുള്ള നിലയിൽ CPM ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനമെടുത്തു. അറിയില്ല, നമ്മളൊക്കെ ടെലിവിഷൻ കാണുന്നതല്ലേ, അനുനയത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അവർ പറയുന്നത് ശരിയാണല്ലോ. ഈ എങ്ങനെയാണ് ഇനി അടുത്തൊരു ഘട്ടത്തെ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്? ജനങ്ങളോടൊപ്പം നിന്ന് രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരിക വിദ്യാഭ്യാസപരം കലാപരം തുടങ്ങിയ നിരവധി മേഖലകളില്ലേ, അവിടെയൊക്കെ പ്രവർത്തിക്കും. നമ്മുടെ ചില കോൺട്രിബ്യൂഷൻസും കൊടുക്കും. ഈ അമ്പലപ്പുഴയുടെ വികസനങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണോ പ്രധാനമായിട്ട്? ഏറ്റവും പ്രധാനം അതാണ്. ഈ വികസന പദ്ധതികൾ പൂർത്തീകരിക്കുകയാണോ അമ്പലപ്പുഴയിൽ ലക്ഷ്യമായി ആളുകളോട് പറയുന്നത്? ഒന്ന് അമ്പലപ്പുഴയിലെ രണ്ടാമത് അഴിമതിക്കെതിരായുള്ള കടുത്ത പോരാട്ടം ശക്തമായി. പിന്നെ പൊളിറ്റിക്കൽ ക്രിമിനലിസ്റ്റ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും അതിൻ്റെ മൂല്യങ്ങളെ കാർന്നു തിന്നുന്ന പൊളിറ്റിക്കൽ സ്വഭാവമുള്ള കേഡേഴ്സ് കയറി വരുന്നു. അത് മുമ്പില്ലാത്തതാണ്. അപ്പോൾ അതിനെതിരായിട്ടുള്ള തത്വാധിഷ്ഠിതമായ പേരൊന്നും പറഞ്ഞല്ല, നോട്ട് നെയിം പോരാട്ടം. അത് കേരളത്തിലുടനീളം ഉണ്ടാവും ഒരു ചലനം. അത് കേരളത്തിൽ ഉടനീളം ഉള്ള പ്രശ്നങ്ങളാണ്, ഇന്ത്യയിൽ തന്നെ ഉള്ളത്. പക്ഷെ നമ്മളിവിടെ നിന്ന് അതിനെതിരെ നമുക്ക് ചെയ്യാവുന്ന തരത്തിലുള്ള പോരാട്ടം നടത്തും. ഈ 3 കാര്യമാണ്. ഈ കഴിഞ്ഞ തവണ അങ്ങ് വാർത്താ സമ്മേളനത്തിൽ അടക്കം പറഞ്ഞിരുന്നത് എച്ച് സലാമിൻ്റെ ഇതുമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നാണ്. കഴിഞ്ഞ ദിവസം അത് കഴിഞ്ഞ് അങ്ങയുടെ പത്രസമ്മേളനം കഴിഞ്ഞ് വാർത്താ സമ്മേളനം കഴിഞ്ഞ് എച്ച് സലാം വിശദീകരിക്കുന്നതാകട്ടെ, എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്, അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾക്ക്, നിലവാരമില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ മര്യാദ കൊണ്ട് പുറത്തു വിടുന്നില്ല. അദ്ദേഹം അങ്ങ് പുറത്തു വിടട്ടെ, അതാണ് നല്ലത്. ആ മര്യാദ കൊണ്ട് തന്നെ പുറത്തു വിട്ടോട്ടെ. ഇങ്ങനെ മറ്റുള്ള സഖാക്കളുടെ കാര്യങ്ങൾ രഹസ്യമായി സപ്പോസ് വാദത്തിന് അംഗീകരിക്കുകയാണ്, രഹസ്യമായി പിന്നാലെ നടന്ന് ഇതൊക്കെ ശേഖരിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവിൻ്റെ ജോലിയെന്ന് അദ്ദേഹം സ്വയം സമ്മതിച്ചല്ലോ. അതല്ലല്ലോ പാർട്ടി നേതാക്കന്മാരുടെ ജോലി, അല്ലേ? മറ്റുള്ളവരുടെ രഹസ്യ വിവരങ്ങൾ അന്വേഷിച്ച് കിടക്കുന്നത് അതൊരു ക്രിമിനൽ സ്വഭാവമല്ലേ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് പൊളിറ്റിക്കൽ ക്രിമിനലിസ്റ്റ്. അത് സമ്മതിച്ചല്ലോ. ഞങ്ങളാരും ഇത് ചെയ്യാറില്ല. ഇതൊന്നുമല്ല രാഷ്ട്രീയം, ഇതൊന്നുമല്ല വ്യക്തിഹത്യ നടത്തുന്നൊന്നുമല്ല രാഷ്ട്രീയം. ആർ നാസർ പറഞ്ഞതാകട്ടെ, അങ്ങയെ ഒരു തരത്തിലും പരിഗണിക്കാതിരുന്നിട്ടില്ല എന്നാണ്. ഇല്ല, പിന്നെ നാസർ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ആയിട്ട് ആകെ ഏതാനും വർഷമായിട്ടുള്ളൂ. അപ്പോൾ അതിനു മുമ്പുള്ള കാര്യം പറയാൻ അദ്ദേഹത്തിന് ധൈര്യം. UDF-നുള്ളിൽ അങ്ങയ്ക്ക് പിന്തുണ തരണം എന്നുള്ള പ്രതികരണമാണ് ആദ്യഘട്ടത്തിൽ വരുന്നത്. പക്ഷേ അങ്ങയുടെ വാർത്താ സമ്മേളനത്തിനിടെ 3ാം പിണറായി സർക്കാർ വരുന്നതാണ് സന്തോഷം എന്നൊരു പരാമർശം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരാളെ UDF എങ്ങനെ പിന്തുണയ്ക്കും എന്ന ചോദ്യം പൊതുവിൽ. ഞാൻ UDF-ൽ ആരോടും പിന്തുണ ചോദിച്ചില്ലല്ലോ. മാധ്യമങ്ങൾ വെറുതെ പറയില്ല, ഞാൻ ഒരു പിന്തുണയും ചോദിച്ചാൽ UDF-ൽ ആരും എൻ്റെ പിന്തുണയും ചോദിച്ചിട്ടില്ല. അങ്ങനെ യാതൊരു ഡിസ്കഷൻ നടന്നിട്ടില്ല. ഞാൻ പൂർണ്ണ സ്വതന്ത്രനായി മത്സരിക്കും. അപ്പോൾ ആ പറഞ്ഞ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണോ 3ാം പിണറായി സർക്കാർ വരുന്നതാണ് സന്തോഷം? ഇപ്പോൾ ഇവിടെ എന്താ പറയുക, അത് തിരുത്തുമോ എന്ന് അവർ ചോദിക്കുന്നു. ചർച്ചാ വിഷയമല്ല അത്. കോൺഗ്രസ്സുകാർ ചോദിക്കുന്നു. ഒരു കോൺഗ്രസ്സുകാരൻ എന്നോട് ചോദിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് പരിപാടികൾ കാണുന്നത് അങ്ങ് ദീർഘകാലം 7 തവണ മത്സരിച്ച ആളാണ്. തെരഞ്ഞെടുപ്പ് പരിപാടി പറഞ്ഞാൽ ഓടിച്ചാടി നടക്കണം. ജനങ്ങൾക്കറിയാമല്ലോ എനിക്ക് ചെറിയ പ്രശ്നമുണ്ടെന്ന്. അത് 2 മാസം കംപ്ലീറ്റ് അങ്ങ് മാറും. അപ്പോൾ ഞാൻ എല്ലാവരുടെയും ഒപ്പം ഉണ്ടാവുമല്ലോ. അതായത് വീടുകൾ കയറിയാണോ അങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കി? ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 23,000 ജയിച്ചപ്പോൾ ഒറ്റ വീട്ടിലും കയറിയിട്ടില്ല. ഞാൻ 3-4 വീട്ടിൽ കയറാൻ ചെന്നപ്പോൾ അവിടുത്തെ അമ്മമാർ പറഞ്ഞു, സാറ് വരണ്ട, ഞങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുക, സാറ് വന്ന് ഞങ്ങളോട് വോട്ട് ചോദിക്കണം, ഞങ്ങൾ തന്നിരിക്കും. ഞാൻ പോയില്ല. എനിക്ക് 23,000 വോട്ട് ഭൂരിപക്ഷം കിട്ടി. ചെറിയ ചെറിയ പൊതുയോഗങ്ങൾ നടത്തും, അങ്ങനെ പല പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇതെല്ലാവർക്കും അറിയാം. ഈ MA ബേബി പറഞ്ഞതാകട്ടെ, അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അങ്ങയുടെ ശിഷ്യനാണെന്ന് പറയാം. ഈ MA ബേബി പറഞ്ഞത് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോരുത്, ഒരു പുനരാലോചന വേണം എന്നൊരു അഭിപ്രായം പറഞ്ഞു. ബേബി പറഞ്ഞ മറ്റൊരു കാര്യം ഞാൻ പത്രത്തിൽ വായിച്ചു. ഈ സുധാകരനെ ഞങ്ങൾ ആക്ഷേപിക്കത്തേയില്ല, പക്ഷേ പഞ്ചകനം നല്ല രജിസ്റ്ററിയാനും പിന്നെ സലാമും വിളിച്ചിരിക്കുന്ന പത്രത്തിൽ MA ബേബി പറയുന്നത് എവിടെ എവർ പ്രവർത്തിക്കുന്നത് എങ്ങനെയായത് പാർട്ടിയുടെ കീഴിലാണ് അവർ പ്രവർത്തിക്കുന്നത്, എങ്ങനെ പറയാൻ പറ്റും? ഏതായാലും വിജയാശംസകൾ സാറേ. ജി സുധാകരനാണ് റിപ്പോർട്ടർ TVക്കൊപ്പം ചേർന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, റിപ്പോർട്ടർ ആലപ്പുഴ. ഓക്കെ, ജി സുധാകരനുമായി സംസാരിച്ചത് ഞങ്ങളുടെ പ്രതിനിധി ആദിൽ പാലോടാണ്. ഇന്ന് അമ്പലപ്പുഴയിൽ CPM വിശദീകരണ യോഗം നടത്താനിരിക്കുകയാണ്. ജി സുധാകരന്റെ നിർണായകമായ പ്രതികരണം. ജി സുധാകരൻ തെല്ലും പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെയാണ്.
സുധാകരന്റെ വീടിന് സമീപം ആയിരങ്ങൾ പങ്കെടുക്കുന്ന ബഹുജന റാലിയും സംഘടിപ്പിക്കും. ആദിൽ പാലോട് ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. ആദിൽ, വെരി ഗുഡ് മോർണിംഗ് ആദിൽ. എന്തായാലും ജി സുധാകരനുമായി സംസാരിച്ചത് നന്നായി. അന്ന് വാർത്താ സമ്മേളനത്തിന് ശേഷം ഇത് ആദ്യമായിട്ടുള്ള ഒരു മാധ്യമത്തോട് മനസ്സ് തുറക്കുന്നത് ജി സുധാകരൻ അന്ന് വാർത്താ സമ്മേളനം നടത്തിയതിനു ശേഷം ഉയർന്ന വിമർശനങ്ങളോട് പ്രതികരിച്ചു. പ്രത്യേകിച്ച് എച്ച് സലാം ഇതാണ് പൊളിറ്റിക്കൽ ക്രിമിനൽ എന്നാണ് ജി സുധാകരൻ പറയുന്നത്. എങ്ങനെയാണ് ജി സുധാകരന്റെ പ്രതികരണത്തെ നമ്മൾ കാണേണ്ടത്? അനുനയ നീക്കം CPM ഇപ്പോഴും വിട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും CPM പ്രതീക്ഷിക്കുന്നു ഏറ്റവും ഒടുവിൽ നാമനിർദ്ദേശ പത്രിക ഒരു പക്ഷേ ജി സുധാകരൻ പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ജി സുധാകരനുമായി സംസാരിക്കുമ്പോൾ മത്സരത്തിന് ഉറച്ചു തന്നെയല്ലേ, കൃത്യമായി തന്നെ ധാരണയോടുകൂടി തന്നെയല്ലേ ജി സുധാകരൻ മുന്നോട്ട് പോകുന്നത്? ആദിൽ പാലോ. ഉറപ്പായും അരുൺകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എച്ച് സലാം MLA പൊളിറ്റിക്കൽ ക്രിമിനലാണ് എന്ന പ്രതികരണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ നേരത്തെയൊക്കെ CPM-ൽ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ ഉണ്ട് എന്ന പ്രതികരണം നടത്തിയിരുന്നു. പക്ഷേ എച്ച് സലാമിന്റെ പേരെടുത്ത് പറഞ്ഞ് സുധാകരൻ ആഞ്ഞടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രതികരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തനിക്കെതിരെ തെളിവുകൾ ഉണ്ട് എന്നാണ് എച്ച് സലാം പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ തെളിവുകൾ പുറത്തുവിടുകയാണ് വേണ്ടത്. തനിക്കെതിരെ ഒരു സഖാവിന്റെ പിറകെ കൂടി തെളിവുകൾ ശേഖരിക്കുന്നത് ക്രിമിനലിസമാണ്. താൻ പൊളിറ്റിക്കൽ ക്രിമിനലാണെന്ന് എച്ച് സലാം തന്നെ സമ്മതിച്ചിരിക്കുകയാണ് എന്ന് സുധാകരൻ പറയുകയാണ്. പൊളിറ്റിക്കൽ ക്രിമിനലിസത്തിനെതിരെയാണ് തന്റെ പോരാട്ടം എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, MA ബേബി പലതവണ പറഞ്ഞു തന്നെ പ്രകോപിപ്പിക്കേണ്ട എന്ന്. പക്ഷേ എച്ച് സലാമും സജി ചെറിയാനും തന്നെ വഞ്ചകൻ എന്നാണ് വിളിച്ചത്. ഇവർ എന്താണ് വിശ്വസിക്കുന്നത്, ഏത് പാർട്ടിയുടെ കീഴിലാണ് ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യം കൂടി ചോദിക്കുന്നു. MV ഗോവിന്ദന്റെ പ്രതികരണങ്ങൾക്ക്, ആക്ഷേപങ്ങൾക്ക് വാക്കോട് വാക്ക് മറുപടി പറയാൻ തനിക്ക് ആകില്ല, തനിക്കതിന് കഴിയുകയുമില്ല. അരുൺ പറഞ്ഞതുപോലെ ഏതെങ്കിലും രൂപത്തിലുള്ള അനുനയമുണ്ടോ എന്നത് സ്വാഭാവികമായും ഉയർന്ന ചോദ്യമാണ്. പക്ഷേ അങ്ങനെ ഇല്ല എന്ന് ഈ പ്രതികരണത്തോടെ വ്യക്തമാകുന്നു. പറയുന്നതാകട്ടെ എങ്ങനെയൊക്കെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന പദ്ധതി പോലും ഇതിനോടകം തന്നെ സുധാകരൻ തയ്യാറായി കഴിഞ്ഞു. വീടോട് വീട് കയറുന്ന പരിപാടിയില്ല, തനിക്ക് ഓടിച്ചാടി നടക്കാൻ കഴിയില്ല, ചില ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ട് തന്നെ വീട് കയറുന്ന പരിപാടിയില്ല. ചെറിയ പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ച് അവിടെ സംസാരിച്ച് നിലപാട് വിശദീകരിക്കുകയാണ് ഉദ്ദേശിക്കുന്നത് എന്നുകൂടി സുധാകരൻ പറഞ്ഞു വെക്കുകയാണ്. നിർണായകമായ പ്രതികരണമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന നവനീതം പുന്നപ്രയിലെ വീട്ടിന് സമീപത്താണ് CPM-ന്റെ ഒരു ബഹുജന റാലിയും വിശദീകരണ യോഗവും നടത്തുന്നത്. ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ശക്തി പ്രകടനമാക്കി മാറ്റാനുള്ള നീക്കമാണ് പുന്നപ്രയിൽ നിന്നുള്ളത്. അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി. കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയും ജില്ലാ സെക്രട്ടറി R നാസറും പങ്കെടുക്കുന്ന പരിപാടിയിൽ ആയിരക്കണക്കിന് പ്രവർത്തകരെ ഉൾപ്പെടുത്തണം എന്നതാണ് കാണുന്നത് CPM. അരുൺ, താങ്ക് യു. ആദിൽ പാലോടാണ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് നമ്പർ 2 പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്.